അല്ല, ഞാൻ ഇവിടെ അല്ല വർക്ക് ചെയ്യണേ, ഞാൻ കഴക്കൂട്ടത്താണ്. അപ്പോൾ അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ മാത്രമേ വരുള്ളൂ. അപ്പം ഇന്നലെയാണ് എന്നെ അമ്മ വിളിച്ച് പറഞ്ഞത്. എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വയ്യാതെ എന്തോ പ്രശ്നമായി എന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഇതാണെന്ന് അറിഞ്ഞത്. ഞാനൊരു 3-4 ദിവസത്തിന് മുമ്പ് ഇവരെ കണ്ടായിരുന്നു. അതിൽ പിന്നെ ഇവർ വീടൊന്നും തുറക്കുന്നില്ല. ഇന്നലെ 2-3 ദിവസം കൊണ്ട് ഭയങ്കര നാറ്റം. അവരാരും ഇവിടെ ആരും മിണ്ടൂല. ഇവരെല്ലാവരും ഇവർക്ക് ഈ കോവിലെല്ലാം പോയി ശുദ്ധനം ചെയ്യപ്പോൾ അങ്ങനെയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മളാരും മിണ്ടൂല അങ്ങനെ. പിന്നെ യാദർശ്യമായിട്ട് എൻ്റെ കൂടെ ചോദിക്കും പണിയുണ്ടോന്നെല്ലാം ചോദിക്കും. ഇവർ വീട്ടിൽ ലൈറ്റ് ഇടൂല, രാത്രിയായി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഇടൂല. പക്ഷെ ഇങ്ങനെയല്ലേ ഇവർ ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. സ്മെല്ല് വന്നപ്പോഴാണ് എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് കിടന്നു. ഇതായിപ്പോൾ വീട്ടിൽ കയറാൻ പറ്റൂല. നമസ്കാരം. ആരോടും ഒരു കാര്യവും പറയാതെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തോടൊപ്പം മാത്രം ജീവിക്കുക എന്നത് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡായിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അത്തരത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുക, ഒറ്റയ്ക്ക് തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുക എന്നുള്ളൊരു രീതിയാണ്. പക്ഷേ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുമ്പോൾ ചുറ്റിലും നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു റിപ്പോർട്ടുകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഏകദേശം ഒരാഴ്ചയോളം പഴക്കമുള്ള 2 മൃതദേഹങ്ങൾ, ദമ്പതിമാരുടെ മൃതദേഹങ്ങൾ ഇന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഉള്ളൂരിനടുത്തുള്ള സ്ഥലത്താണ്. ആക്കുളം മാവടി നട എന്ന് പറയുന്ന വീടിന്റെ സമീപ പ്രദേശത്താണ്. അവിടെയാണ് ഈ പറയുന്നത് പോലെ 2 പേർ മരണപ്പെട്ടിരിക്കുന്നത്. മരണം സംഭവിച്ചിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതായത് മരണപ്പെട്ടത് ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളത്. എൻ്റെ പേര് കാർത്തികേയൻ. ഇത് എൻ്റെ വളർത്തമ്മ. ഇയാള് അമ്മ 2ാമത് കല്യാണം കഴിച്ചതാണ്. അല്ല, കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ഇപ്പം വരാറില്ല വലുതായിട്ട്. ഫോൺ വിളിക്കാറുണ്ട്. അല്ല, ഞാൻ ഇവിടെ അല്ല വർക്ക് ചെയ്യണേ, ഞാൻ കഴക്കൂട്ടത്താണ്. അപ്പോൾ അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ മാത്രമേ വരുള്ളൂ. അപ്പം ഇന്നലെയാണ് എന്നെ അമ്മ വിളിച്ച് പറഞ്ഞത്. എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വയ്യാതെ എന്തോ പ്രശ്നമായി എന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഇതാണെന്ന് അറിഞ്ഞത്. ഇല്ല ഇല്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. അയാള് തൂങ്ങി നിൽക്കുകയായിരുന്നു, അമ്മ താഴെ കിടക്കുകയായിരുന്നു. ഇല്ല, അസുഖമൊന്നുമില്ല അമ്മയ്ക്ക്. ഇല്ല, വേറെ കുടിക്കുമായിരുന്ന ആള്. പിന്നെ അതിന്റെ മേലിൽ വല്ല ഓണാന്ന് അറിഞ്ഞൂടാ. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഞായറാഴ്ചയാണ് വിളിച്ചത്, കഴിഞ്ഞ ഞായറാഴ്ച. അമ്മ ഇല്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ ജോലിക്ക് കയറി. രാത്രി ഞാൻ വിളിച്ച്, അത്ര തന്നെ. ഇത് ഇന്നലെ എന്റെ അമ്മ വിളിച്ച് പറഞ്ഞു. എന്റെ വീടെ കുറച്ചപ്പുറത്തേന്, 1 കിലോമീറ്റർ അപ്പുറത്ത്. ആ, അപ്പുറത്തുള്ള ആൾക്കാർ പോലീസിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ബാക്കിൽ നോക്കി ഡോറ് പൊളിച്ച് കയറി, അപ്പം ബോഡി കണ്ടു. ഇല്ല, മോർച്ചറിയിൽ അയാളോട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി പോകും. അല്ലേ, ഞാൻ ഒറ്റ മോനേ ഉള്ളൂ. അല്ല, അമ്മ എവിടെയാണ്, അയാളെ ഇവിടെ അല്ല, അയാളെ മാവേലിക്കരയാണ്. ആ, അവിടെ പുള്ളിനെ കാണാറുണ്ടായിരുന്നു. ഞാനൊരു 3-4 ദിവസത്തിന് മുമ്പ് ഇവരെ കണ്ടായിരുന്നു. അതിൽ പിന്നെ ഇവർ വീടൊന്നും തുറക്കുന്നില്ല. ഇന്നലെ 2-3 ദിവസം കൊണ്ട് ഭയങ്കര നാറ്റം. ഇത് എന്തരാണെന്ന് നമുക്ക് സംഭവം അറിഞ്ഞു. ഇന്നലെ പിന്നെ ഇവിടുത്തെ പയ്യനെല്ലാം വന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പേരും അല്ല എലിയും എല്ലാം ചത്ത് കിടക്കിയിരിക്കും. മേലെ ഇത് ചത്ത് കിടന്നിട്ട് നമ്മൾ കാണില്ല. ഇന്നലെ പോലീസെല്ലാം വന്നല്ലോ, ജനലെല്ലാം അടിച്ച് പൊടിച്ച് നോക്കിയപ്പോൾ ഒരാൾ തൂങ്ങിയിരിക്കണമെന്ന്, ഒരാൾ കിടന്നു. ഇവരാദ്യം ഒരു കല്യാണം കഴിഞ്ഞതാണ്. അയാൾ കളഞ്ഞിട്ട് പോയി. അയാൾ നേറ്റിങ്ങരെ പോയി വേറെ പെണ്ണ് കിട്ടി. ഇപ്പം ഇത് 2ാമത് ഇത് വെള്ളാപ്പള്ളി ചാരിറ്റി ട്രസ്റ്റാണ്. ഇപ്പം ഇവിടെ താമസിച്ച ഒരാളിൻ്റെ ബന്ധുവാണ് ഇവരിപ്പം 2ാമത് കെട്ടിയത്. പിന്നെ അവരെ ബന്ധുക്കളെന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടെ ആക്കളത്ത് താമസിക്കുന്നുണ്ട്. അവരാരും ഇവിടെ ആരും മിണ്ടൂല. ഇവരെല്ലാവരും ഇവർക്ക് ഈ കോവിലെല്ലാം പോയി ശുദ്ധനം ചെയ്യപ്പോൾ അങ്ങനെയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മളാരും മിണ്ടൂല അങ്ങനെ. പിന്നെ യാദർശ്യമായിട്ട് എൻ്റെ കൂടെ ചോദിക്കും പണിയുണ്ടോന്നെല്ലാം ചോദിക്കും. ഇവർ വീട്ടിൽ ലൈറ്റ് ഇടൂല, രാത്രിയായി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഇടൂല. ഫുൾ ടൈം ഇരുട്ടിലാണ് അവർ. വീട്ടിൽ നിന്ന് വെളിയിറങ്ങില്ല. നമ്മളിവിടെ ആരും മിണ്ടൂല അങ്ങനെ. ഈ വീട്ടുകാരും ഇത് എൻ്റെ അപ്പച്ചിയുടെ വീടാണ്, അതെൻ്റെ വീടാണ്. അതിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന എൻ്റെ ചേട്ടനാണ് താമസിക്കുന്നത്. ഇവരാരാട്ടും ഇവിടെ ഒരു കുഞ്ഞുങ്ങളും അവരോട്ട് ഒരു സഹകരണമില്ല. എന്ന് പറഞ്ഞാൽ ഇവർ കൂടോത്രയിലാണ് ജോലി. അമ്പലത്തിൽ പോവുക, ഓരത്ത് എൻ്റെ വീട്ടിൽ തന്നെ ദിവസം കൊണ്ടുവന്ന് 1 രൂപ തൊട്ട് 2 രൂപ തൊട്ട് ഇങ്ങനെ കൊണ്ടുവിട്ടു. അതിന് ഭയങ്കര വിഷമം വരുന്നു. പക്ഷെ ഇങ്ങനെയല്ലേ ഇവർ ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. സ്മെല്ല് വന്നപ്പോഴാണ് എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് കിടന്നു. ഇതായിപ്പോൾ വീട്ടിൽ കയറാൻ പറ്റില്ല. ഇതിപ്പോൾ ബോഡി എടുത്തായിരുന്നു അവിടുന്ന്. 2 പേരെയും കൊണ്ടുപോയി. ഇത് 2 പേരും തൂങ്ങിയാണ് ചെയ്തത്.
അപ്പോൾ ഒരാള് ആര് ലേഡിയോ? ഓ അപ്പോ സ്വർണവും എല്ലാം ഉണ്ട്, നല്ല പൈസയും ഉണ്ട്. പിന്നെ ഇവർ എന്തിനാ ഇത് ചെയ്തത് നമുക്ക് അറിഞ്ഞു. എന്താണ് കാര്യം എന്ന് അറിഞ്ഞു. സ്വർണ്ണമൊക്കെ ഉണ്ട്, ഒരുപാട് സ്വർണ്ണം ഉപയോഗിക്കുന്ന ആളാണ്. അല്ല, ഇവര് പ്ലാമൂട്ടിലുള്ളതാണ്. ഇവര് പ്ലാമൂട്ടി ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നാട്ടുകാരെല്ലാം അടിച്ചു ഓടിച്ച് അവിടെ നിന്ന് ഇവിടുത്തെ എൻ്റെ അപ്പച്ചിയുടെ സ്ഥലം വരുന്നത്, അച്ഛൻ്റെ അനിയത്തിയാണ്. അവരെ നിന്ന് വിലയ്ക്ക് മേടിച്ചതാണ് ഈ സ്ഥലം. വിലയ്ക്ക് വാങ്ങിച്ച് അന്നോട്ട് ഈ നാട്ടുകാർക്കെല്ലാം ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്കാരും മിണ്ടൂല. നമുക്ക് അത്രയും വിഷമമാണ്. ഞാൻ ഇപ്പൊ ചാലക്കകത്ത് പോയിട്ട് വരും. നമ്മൾ ആത്മഹത്യ തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ, അതോ മറ്റെന്തെങ്കിലും സംശയം? എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ചേച്ചിയുടെ വീടാണ്. എനിക്ക് ചാക്കയിൽ സ്ഥലമുണ്ട്. അവിടെയാണ് എനിക്ക് ഒരു സ്ഥലം. ഇത് ഞാൻ എറണാകുളത്ത് ഞാൻ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ചേച്ചിയുടെ വീട് വാടകയ്ക്ക് കൊടുക്കാത്തതുകൊണ്ട് ഞാനിവിടെ കിടക്കുന്നു. അല്ല, നമ്മൾ ഇവരായിട്ടൊന്നും ഒരു സഹകരണവും ഇല്ല. ഇവിടെ ഒരു കുഞ്ഞുങ്ങളും മിണ്ടൂല്ല. എല്ലാവരും ചോദിക്കണമെന്ന് ഇവരെന്തിനു ചെയ്തെന്നുണ്ടെന്ന്. അയാൾ ഇപ്പം രണ്ടാമത് കെട്ടിയ ഒരു BSF-ൽ എന്താ ജോലി ഉണ്ടായിരുന്ന മിലിറ്ററിക്കാരനാണ്. ഇരട്ടകളൊക്കെ തന്നെയാണ്. എന്തിനാണ് കാര്യമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഈ സ്മെല്ല് ഇന്നലെ വന്നപ്പോൾ ഭയങ്കര സ്മെല്ല്, വീട്ടിനകത്തൊന്നും ഇരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്മെല്ല് എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മളിപ്പോ സാധാരണഗതിയിൽ ഇതൊരു ആത്മഹത്യയാണ് എന്ന് കരുതിയാണ് വന്നതെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ പറയുന്നത് പോലെ രാത്രി കാലങ്ങളിലൊക്കെ ലൈറ്റ് ഇടാതൊക്കെ എന്തിനിരിക്കുന്നു എന്നുള്ള. ലൈറ്റ് ഇടത്തുമില്ല, ഇരുട്ട്. ഇവര് എപ്പോഴും പൂട്ടി കിടക്കും. എന്നിട്ട് വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ പതുക്കെ ഗേറ്റിൽ വന്ന് എത്തി നോക്കിയിട്ട് ഡോർ പിടിച്ച് അടക്കി. ഒരു സൈസ് വട്ടാണ്, മെന്റലാണ്. എന്തായാലും അന്തർമുഖരായിട്ടുള്ള രണ്ടുപേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോ അയൽവാസികളൊക്കെ ആയിട്ട് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരിക്കുകയാണ്. അയൽവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് രണ്ടുപേർ ദമ്പതികളായിട്ടുള്ള രണ്ടുപേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഏകദേശം ഒരാഴ്ച മുമ്പാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. 64 വയസ്സുള്ള രഘുനാഥൻ, അതുപോലെ തന്നെ 57 വയസ്സുള്ള പുഷ്പ, ഈ രണ്ടുപേരാണ് മരണപ്പെട്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ മരണം സംഭവിച്ച വീടിന് സമീപത്താണ്. ഈ രണ്ട് പേരും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ട യുവതിയുടെ മകൻ അവർ വളർത്തമ്മയെന്നാണ് അവൻ വിശേഷിപ്പിച്ചത്. അപ്പോൾ അവൻ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഈ വീടിന്റെ സമീപത്ത് എത്തിയപ്പോൾ ആ സമയത്ത് അവനും പറയുന്നത് അച്ഛൻ മദ്യപാനിയാണ്, അല്ലെങ്കിൽ ആ മരണപ്പെട്ട രഘുനാഥൻ മദ്യപാനിയാണ് എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് ആ സൂചന. അതേസമയത്ത് നാട്ടുകാർ പറയുന്നത് പ്രകാരം ഒരുപാട് സ്വർണവും സ്വത്തുവകകളും ഒക്കെയുള്ള ദമ്പതിമാരാണ് ഇവർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഒക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത് കൂടെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ വരികയും പോകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നാട്ടുകാർ ഒരു ബാഡ് സ്മെല്ല് വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെയൊരു സംഭവം അറിയുന്നത്. ഉള്ളൂരിൽ, തിരുവനന്തപുരത്ത് ഉള്ളൂരിനടുത്താണ് ഇങ്ങനൊരു സംഭവം. ആക്കുളം മാവടിനട എന്ന് പറയുന്ന പുഷ്പഭവനിൽ രഘുനാഥൻ നായർ, ഭാര്യ പുഷ്പ എന്നിവരാണ് മരണപ്പെട്ടത്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്ന് രാവിലെ തന്നെ പോലീസ് സംവിധാനങ്ങളടക്കം വ്യക്തമാക്കിയിരുന്നു. രഘുനാഥൻ നായർ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിലും പുഷ്പയുടെ മൃതദേഹം തറയിലും കിടക്കുന്ന രീതിയിലാണ് പോലീസ് കണ്ടെത്തുന്നത്. വീട്ടിൽ നിന്ന് ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്ന് ബന്ധുക്കൾ മെഡിക്കൽ കോളേജ് പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് അവിടെ എത്തിയതിനു ശേഷം കഴിഞ്ഞ ദിവസം രാത്രി, അതായത് വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ പോലീസ് എത്തി പരിശോധന നടത്തുകയായിരുന്നു. പിൻവശത്തുള്ള വാതിൽ കുത്തി തുറന്നതിന് ശേഷം ഇടിച്ച് തകർത്തതിനു ശേഷം അകത്ത് കയറുമ്പോഴാണ് ഇത്തരത്തിൽ അയാൾ തൂങ്ങി മരിച്ച നിലയിലും യുവതിയെ നിലത്ത് കിടക്കുന്ന രീതിയിലും കണ്ടെത്തിയത്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മരിച്ച ഇരുവരും അയൽവാസികളായിട്ട് യാതൊരു അടുപ്പവും പുലർത്താത്ത ആളുകളാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അയൽവാസികൾ തന്നെ അത് സമ്മതിക്കുന്നുമുണ്ട്. ഞങ്ങളോട് ആരോടും സംസാരിക്കുന്ന ആളുകളായിരുന്നില്ല അവർ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ബന്ധു എന്ന് പറയുന്ന മകനോട് നമ്മൾ സംസാരിച്ചപ്പോഴും അവനും പറയുന്നത് നിരന്തരം സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. വിശേഷങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇടയ്ക്കൊക്കെ അമ്മയെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചു, സുഖമാണ് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം രാത്രി എന്താണ് ഈ വീട്ടിൽ സംഭവിച്ചത്, പിന്നെ ഒരാഴ്ചയോളം പുറത്തേക്ക് ഇവരുടെ വിവരങ്ങളൊന്നും വരാതിരുന്നത് എന്താണ് എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ചില ആഭിചാര ക്രിയകളൊക്കെ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സമീപവാസികളൊക്കെ തന്നെ ഉയർത്തുന്നത്. എന്തായാലും ഒരുപാട് ദുരൂഹതകളാണ് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.